all, welcome back. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് PSC, LDC, LGS +2 ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആനുകാലിക ചോദ്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു ബുക്കും പേപ്പറും എടുത്തിട്ട് വീഡിയോ കാണാനായിട്ട് ഇരിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ്, വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. സോ ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. ആനുകാലിക ചോദ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കിയിടുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് എന്നെ അറിയിക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന വനിതാ താരം മിതാലി രാജ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന വനിതാ താരം ആരാണ്? ആരാണ്? മിതാലി രാജ്. അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനം. അന്താരാഷ്ട്ര ജനസംഖ്യാ ദിനം ജൂലൈ 11. സിക്ക വൈറസ് രോഗം പരത്തുന്നത്. സിക്ക വൈറസ് രോഗം പരത്തുന്നത് കൊതുകുകൾ ആണ്. സിക്ക വൈറസ് രോഗം പരത്തുന്നത് കൊതുകുകൾ. ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് പുതുതായി കണ്ടെത്തിയ ദ്വീപ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. കേക്കിറാറ്റാക്ക്. ഏതാണ്? കേക്കിറാറ്റാക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ഹിമാചൽ പ്രദേശ് കാസയിലാണ്. ഹിമാചൽ പ്രദേശിലെ കാസയിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിലെ കാസയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ഹിമാചൽ പ്രദേശിലെ കാസയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ മിശ്രയാണ്. ആരാണ്? അരുൺ മിശ്ര. ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യ കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന കൊടുത്ത പേര് ഡെൽറ്റ. ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യ കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന കൊടുത്ത പേര് ഡെൽറ്റ. 2021 ബുക്കർ പ്രൈസ് നേടിയത് ഡേവിഡ് ഡിയോപ്പ്. 2021 ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ഡേവിഡ് ഡിയോപ്പ്. കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല. കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ ജില്ല മലപ്പുറമാണ്. 1998 കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം. 1998 ആലപ്പുഴ ജില്ലയിൽ സമാന സ്വഭാവമുള്ള സംരംഭം മുൻപ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിലും കുടുംബശ്രീ എന്ന നാമധേയത്തോടെ പദ്ധതി ആരംഭിച്ചത് മലപ്പുറത്ത് ആണ്. അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് 1998 ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ. ഈയിടെയായി യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നഗരം. ഈയിടെയായി ഇന്ത്യയിൽ നിന്ന് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ നഗരം ഏതാണ്? ധോളവിര, ഗുജറാത്തിൽ. ഏൻഷ്യൻ ഹാരപ്പൻ സിറ്റിയായ ഗുജറാത്തിലാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ യുനെസ്കോ ഇന്ത്യൻ സിറ്റികളിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള നഗരം. 40 സിറ്റികൾ ഇതുപോലെ 40 എണ്ണം യുനെസ്കോയുടെ സൈറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. അതിൽ ഏറ്റവും അവസാനത്തെയാണ് ധോളവിര. ഓക്കെ. ധോളവിര സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഏൻഷ്യൻ ഹാരപ്പൻ സിറ്റിയാണ് ധോളവിര. ഓക്കെ. ഇതാണ് ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ യുനെസ്കോയുടെ സൈറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇന്ത്യൻ സിറ്റി. ഏൻഷ്യൻ ഹാരപ്പൻ സിറ്റിയാണ് ധോളവിര. ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. 10 ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തു വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. Okay, thank you for watching. Bye.
Take care.